ഹായ് പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ രാഷ്ട്രീയത്തെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് പല രീതിയിലുള്ള കമൻറ്റ്സും കാണാനിടയായി. അത് അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെയുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഉദ്ദേശം എന്താണെന്നും അദ്ദേഹം ഏത് രാഷ്ട്രീയത്തെ പിന്തുണക്കുന്ന ആളാണെന്നും അദ്ദേഹത്തിൻ്റെ മുസ്ലിം വിരുദ്ധതയും അതോടൊപ്പമുള്ള കാര്യങ്ങളുമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം PV അൻവർ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, ആദ്യം അദ്ദേഹം PV അൻവറിനെയും KT ജലീലിനെയും മതരാഷ്ട്രവാദികളാക്കി. അത് അദ്ദേഹം പറയാനുണ്ടായ സാഹചര്യം മറ്റൊന്നുമല്ല, ആ രണ്ട് പേര് തന്നെയാണ്. KT ജലീൽ എന്ന പേരും PV അൻവർ എന്ന പേരുമാണ് അദ്ദേഹം മതരാഷ്ട്രവാദ സിദ്ധാന്തത്തിനായി ഉപയോഗിക്കുന്നത്. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അയാൾ പുറത്തിന് ചീര കൂട്ടുന്നത് പോലെ മൗദൂദി സിദ്ധാന്തം, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പരാമർശങ്ങൾ അദ്ദേഹം തുടർച്ചയായി നടത്താറുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കറിന് സംരക്ഷണ കവചവുമായി എറണാകുളത്തുള്ള കോൺഗ്രസ് നേതാവ് ഷിയാസ്ക വന്നിരിക്കുകയാണ്. ഷിയാസ്ക പറയുന്നത്, അൻവർ എങ്ങാനും ഈ മലം നിറച്ച ബക്കറ്റുമായിട്ട് അതിൽ ഇദ്ദേഹത്തെ ജയശങ്കറിനെ മുക്കാൻ വന്നാൽ ഇത് എറണാകുളമാണ്, ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട്, ഇവിടെ ഞങ്ങൾ അത് വേണ്ട രീതിയിൽ ജനാധിപത്യപരമായി കൈകാര്യം ചെയ്യുമെന്നാണ് ഷിയാസ്ക പറഞ്ഞ കാര്യങ്ങൾ. എന്താണെന്ന് നമുക്കൊന്ന് ആദ്യം കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. പക്ഷേ ഇതുകൊണ്ടൊന്നും തോക്ക് കൊണ്ടോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ സംഘങ്ങൾ കൊണ്ടോ എറണാകുളം ജില്ലയിൽ വന്ന് ജയശങ്കറിനെതിരായി അദ്ദേഹത്തെ അധിക്ഷേപിക്കാമെന്നോ അദ്ദേഹത്തിന് മുണ്ടുരിയാമെന്നോ അല്ലെങ്കിൽ ജയശങ്കറിന്റെ പുറത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഒഴിക്കാമെന്നോ ഒക്കെ വിചാരിച്ചാൽ അൻവർ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അതൊന്നും എറണാകുളത്ത് നടക്കില്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് മാധ്യമങ്ങളെ ഞങ്ങൾ കാണുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഞങ്ങൾ പറയാം. ഈ അൻവറിന്റെ വാപ്പയും അൻവറിന്റെ വല്ലുപ്പയും അവരൊക്കെ വലിയ കോൺഗ്രസ്സുകാരായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനികളാണ്, ഞങ്ങൾ ഈ നാടിനു വേണ്ടി നിരവധി സംഭാവനകൾ നൽകിയ ആളുകളാണ് എന്നൊക്കെ പറയുന്ന അൻവറിന്റെ ചന്തയിൽ തഴമ്പില്ല എന്നുകൂടി അൻവർ മനസ്സിലാക്കിക്കോ. അവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളും അവരൊക്കെ നല്ല കോൺഗ്രസ്സുകാരുമായിരുന്നു. പക്ഷേ അതെല്ലാം മറന്നുകൊണ്ട് ഈ RSSനോടൊപ്പം BJPയോടൊപ്പം അവരെ വളരാനും വിജയിപ്പിക്കാനും വേണ്ടി വഴിവെട്ടുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവരെ കുഴിവെട്ടി ഈ പാർട്ടിയെ കുഴിച്ചു മൂടാൻ ഒരുങ്ങുന്ന പിണറായിക്കും MV ഗോവിന്ദനും ഒപ്പം നിന്നുകൊണ്ട് PV അൻവർ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് വേണ്ടി എന്തെങ്കിലും ജൽപ്പനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതൊന്നും കേരളത്തിന്റെ പൊതുസമൂഹം വിശ്വസിക്കുന്നില്ല എന്നുകൂടി അൻവർ മനസ്സിലാക്കിയാൽ നല്ലതാണ്. അതുകൊണ്ട് ജയശങ്കറിനെതിരായി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണം. ജനാധിപത്യ രീതിയിൽ നിങ്ങൾക്ക് മറുപടി പറയാനുള്ള അവസരമുണ്ട്, നിങ്ങൾ മറുപടി പറയുക. അല്ലാതെ ഒരാളെ വീട്ടിൽ കയറി അദ്ദേഹത്തിന്റെ മുണ്ടൊഴിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തലയിൽ കൊണ്ടുവരുന്ന സാധനം ഒഴിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സ്വന്തം വീട്ടിൽ ചെയ്യുക, സ്വന്തം വീട്ടുകാർക്കെതിരായി കൂടി ചെയ്യുക എന്നുകൂടി മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഷിയാസ്ക പറയുന്നത്. അതായത് ഈ PV അൻവർ പറഞ്ഞ ജയശങ്കറിൻ്റെ തലയിൽ മലം നിറച്ച ബക്കറ്റ് കൊണ്ടുവന്ന് ഒഴിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ വീട്ടുകാർക്ക് നേരെ പ്രയോഗിച്ചാൽ മതി എന്നാണ്. അപ്പോൾ വീട്ടുകാർക്കെതിരാകുമ്പോൾ അത് ജനാധിപത്യപരമാണോ? സ്വന്തം വീട്ടുകാർക്ക് വീട്ടിൽ വേണമെങ്കിൽ എന്ത് പ്രവർത്തനവും ചെയ്യാമോ? PV അൻവർ ആണെങ്കിൽ ആരാണെങ്കിൽ. എന്താണ് ഷിയാസ്ക പറഞ്ഞു വരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എന്തുമില്ല, അതൊന്ന് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നാണ്. അതായത് ജയശങ്കറിന് മറുപടി ഉണ്ടെങ്കിൽ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന്. അപ്പോൾ ഈ ജയശങ്കറിന് വേണ്ടി കോൺഗ്രസിൻ്റെ എറണാകുളത്തെ നേതാവ് തന്നെ ഷിയാസ്ക രംഗത്ത് വന്നതോട് കൂടിയിട്ട് ജയശങ്കർ ആരാണെന്നും എന്താണെന്നും കോൺഗ്രസിനെ പറ്റി ജയശങ്കർക്കുള്ള അഭിപ്രായങ്ങൾ, എസ്പെഷ്യലി സോണിയാഗാന്ധിയെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ, ഇവരെയൊക്കെ പറ്റി, ഈ ഷിയാസിൻ്റെ നേതാക്കന്മാരെ പറ്റി അഡ്വക്കേറ്റ് ജയശങ്കർ പല പ്രാവശ്യം പല രീതിയിൽ പല സമയത്ത് പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങളൊക്കെ നമ്മളൊന്ന് കാണണം. അത് നമുക്ക് ഒന്ന് കണ്ടാൽ കുറച്ച് കാര്യങ്ങൾ കൂടി ബോധ്യമാവും. അഡ്വക്കേറ്റ് ജയശങ്കർ എന്നുള്ള സാധനം എന്താണ് എന്നുള്ളത് ഒന്നും കൂടി ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഇത് ചെയ്യുന്നുള്ളത്. ആ കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി കാര്യം പറയാം. 5000 കോടി ഉറുപ്പിയോ എന്തൊരു അക്രമമാണ് എന്ന് പറഞ്ഞ് പുള്ളി
ഒരു പോസ്റ്റ് ഇട്ടു. കുറച്ച് പേര് അതിനെ അനുകൂലിച്ചു, കുറച്ച് പേര് എതിർത്തു. അതൊക്കെ ഈ രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ബിനോയ് വിശ്വത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാം, ഐസക്കിന് പുള്ളിയുടെ അഭിപ്രായം പറയാം, വിമർശിക്കുന്നവർക്ക് അവരുടെ അഭിപ്രായം പറയാം. അത് അത്ര നമ്മൾ കണക്കാക്കിയാൽ മതി. പിന്നെ 5000 കോടിയുടെ തൂർത്ത് ഭയങ്കരമായി പോയി എന്ന് പറഞ്ഞ് നമ്മുടെ മൗദൂദി ചാനൽ അടുപ്പൂട്ടി ചർച്ച നടത്തി. ഈ യൂസഫ് അലിയുടെ 3 മക്കളുടെയും കല്യാണം ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ് നടത്തിയത്. 5000 കോടി ചിലവഴിച്ചില്ല എന്നുള്ളൂ, അതിൻ്റെ അടുത്തൊക്കെ പുള്ളിയും ചിലവാക്കി. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടെ മക്കളുടെ കല്യാണമൊക്കെ ഇതുപോലെയാണ് നടന്നത്. അന്ന് മുതലാളി കാഫ് മല കണ്ട പൂങ്കാറ്റേ എന്ന് പാട്ടും പാടിയതാണ്. പക്ഷേ മീഡിയ വൺ ചാനലിന് പ്രത്യേകിച്ച് യാതൊരു വികാരവും തോന്നിയില്ല. യെസ്, ഇത് മീഡിയ വണ്ണിനെ കുറിച്ചാണ്. എന്താണ് മൗദൂദി ചാനലായ മീഡിയ വണ്ണ് ഇത് പറഞ്ഞു വരുന്നത് നമ്മുടെ അംബാനിയുടെ കല്യാണം ഉണ്ടല്ലോ, അംബാനിയുടെ മകൻ്റെ കല്യാണം, അതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ചില അഭിപ്രായ പ്രകടനങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റി പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നു. അതിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല എന്ന കാര്യത്തിലേക്കാണ് വരുന്നതിന്. അതിനു മുമ്പ് മൂപ്പര് പറഞ്ഞ ചില കാര്യങ്ങൾ മീഡിയ വൺ ചാനൽ, എന്താണ് മൗദൂദി ചാനൽ, യൂസുഫ് അലിയുടെ മക്കള്, അദ്ദേഹം വരുന്ന റൂട്ട് കൃത്യമാണ്. യൂസുഫ് അലിയുടെ മക്കള് സ്വന്തക്കാരായതുകൊണ്ട്, അതായത് മൗദൂദി ചാനൽ, മീഡിയ വൺ ചാനൽ മുസ്ലിങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതേപോലെയുള്ള കോടികൾ ചെലവഴിച്ചു കൊണ്ടുള്ള കല്യാണമാണ് ആര് നടത്തിയത്? യൂസുഫ് അലിയുടെ 3 മക്കൾ നടത്തിയത്. യൂസുഫ് അലിയെ അവിടെ കളിയാക്കുന്നുണ്ട്, എന്താണ് കാഫ് മല കണ്ട പൂങ്കാറ്റ് എന്ന് പറഞ്ഞ്. അത് ഏത് വംശീയമായ ചിന്താഗതിയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നുള്ളത് എന്ന് ചിന്തിക്കുന്നവർക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് അദ്ദേഹം. എന്നിട്ട് പറയുന്നത് അവർ അടുപ്പ് കൂട്ടി ചർച്ച നടത്തി അംബാനിയുടെ കല്യാണത്തെ എതിർത്തിരുന്നു, അംബാനിയുടെ മകൻ്റെ കല്യാണത്തെ. പക്ഷേ യൂസുഫ് അലിയുടെ മക്കളുടെ കല്യാണത്തെ അവർ എതിർത്തില്ല. അതെന്താണ്? അവരുടെ എന്താണ് മൗദൂദി ചാനൽ മുസ്ലിംകളും ആയതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ജയശങ്കർ ആരാണ് എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടിയാണ് ഈ സംഗതി നമ്മളിപ്പോൾ ഇതാക്കിയത്. ഇനിയും വരുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ കൂടി. അംബാനി നടത്തി കഴിഞ്ഞപ്പോൾ അത് വലിയ ആഭാസമായിട്ട്, അശ്ലീലമായിട്ട് അവർക്ക് തോന്നി. അതും ഈ പറഞ്ഞ പോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാനിവിടെ പറയുമ്പോൾ ഈ വിഷയമേ അല്ല, ഇതൊരു മുഖപുരയായിട്ട് പറഞ്ഞു എന്നുള്ളൂ. ശരിക്കുള്ള വിഷയം എന്ന് വെച്ചാൽ ഈ രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരെ മിക്കവരും വിളിച്ചിരുന്നു. നരേന്ദ്രമോദി അടക്കം പങ്കെടുത്തു. ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാരെയും വിളിച്ചിരുന്നു, ആരും ക്ഷണിക്കാതിരുന്നില്ല. ഇന്ത്യ മുന്നണിയുടെ പ്രമുഖ നേതാക്കളായ മമതാ ബാനർജിയെ ക്ഷണിച്ചു, അവർ പങ്കെടുത്തു. ലാലു പ്രസാദ് യാദവിനെ വിളിച്ചു, അദ്ദേഹവും പങ്കെടുത്തു. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ സ്റ്റാലിനും കുടുംബാംഗങ്ങളും എല്ലാവരും പങ്കെടുത്തു. എല്ലാവരോടും പോയി സദ്യ ഉണ്ടു, ആർക്കും ഒരു ആക്ഷേപമുണ്ടായില്ല. ശരത് പവാർ തീർച്ചയായിട്ടും പങ്കെടുത്തു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പക്കാരാണ് അംബാനി കുടുംബം. പക്ഷേ നമ്മുടെ ഗാന്ധി നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആളുകളെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ആരും പങ്കെടുത്തില്ല. സോണിയാഗാന്ധിയെ മുകേഷ് അംബാനി നേരിട്ട് ചെന്ന് ക്ഷണിച്ചതാണ്. ആയമ്മ ഒരു ആശംസാ സന്ദേശം അയച്ചു. ഇത് പറയുന്നത് സോണിയാഗാന്ധിക്ക് നേരെയാണ്. നിങ്ങൾ കേട്ടല്ലോ, എന്താണ് സോണിയാഗാന്ധിയെ, ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെയൊക്കെ അംബാനിയുടെ മകൻ്റെ കല്യാണത്തിന് ക്ഷണിച്ചു, എല്ലാവരും പോയി, പലരുടെയും പേര് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയെയും ക്ഷണിച്ചു. അയമ്മ എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ സോണിയാഗാന്ധിയെ വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ ഈ അയമ്മ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ ഗുണത്തിൻ്റെ ഭാഗമാണ്. സോണിയാഗാന്ധി അങ്ങനെ പറയൂ, നെഹ്റു കുടുംബം അല്ലെങ്കിൽ ഇറ്റാലിയയിൽ നിന്നും വന്നു എന്നുള്ള രീതിയിൽ ഇവിടുത്തെ സംഘപരിവാർ എന്ത് പറയുന്നു, ആ വിശേഷണത്തെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്ന പണിയാണ് ജയശങ്കർ എടുത്തിരിക്കുന്നത്. ഇതേ ഷിയാസിൻ്റെ ദേശീയ തലത്തിൽപ്പെട്ട ഏറ്റവും പ്രമുഖയായ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവായ സോണിയാഗാന്ധിയെ അയിമ്മ എന്ന് വിശേഷിപ്പിക്കുന്നത്. അയിമ്മയുടെ പ്രയോഗത്തിൻ്റെ ഉള്ളടക്കം ചിന്തിക്കുന്നവർക്ക് ഊഹിക്കാവുന്നതാണ്. അദ്ദേഹം അതുവരെ മമതാ ബാനർജിയുടെയും ബാക്കിയുള്ള ആളുകളുടെയൊക്കെ കാര്യം പറഞ്ഞിട്ട് സോണിയാഗാന്ധിക്ക് എത്തുമ്പോഴാണ് സോണിയാഗാന്ധി കല്യാണത്തിന് പോയില്ല, അത് അയിമ്മ സന്ദേശം അയച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അയിമ്മ എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ എന്താണ് പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത് ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഷിയാസിക്കൊക്കെ അത് അറിയില്ലെങ്കിൽ ഷിയാസിക്ക് ഒന്നും കൂടി പഠിച്ച് നോക്കുന്നത്, ജയശങ്കർ ആരാണെന്ന് പഠിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ഇനിയുമുണ്ട് കാര്യങ്ങൾ വരാൻ പോകുന്നത്. രാഹുൽ ഗാന്ധി മുകേഷിന് മുഖം കൊടുത്തില്ല ക്ഷണിക്കാനായിട്ട്. അവിടെ ചെന്നു, പക്ഷേ ക്ഷണക്കത്ത് കൊടുത്തയച്ചിട്ട് പുള്ളി തിരിച്ചു വന്നു. പ്രിയങ്ക ഗാന്ധി അതുപോലെ തന്നെ. ഇവർ 3 പേരും പോകാഞ്ഞുകൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് പോകാൻ പറ്റിയില്ല. പുള്ളിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ രാഹുൽജിക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ച് പോയില്ല. അതുപോലെ തന്നെ KC വേണുഗോപാലിന് സർവാണി സദ്യക്കെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അതും നടന്നില്ല.
കാരണം രാഹുൽ പോകാത്തിടത്ത് ഇവർക്ക് പോകാൻ പറ്റില്ല. രാഹുൽ ഗാന്ധിയായിട്ട് മറ്റ് പല വിധത്തിൽ വിയോജിപ്പുള്ള ആളാണ് ശശി തരൂർ. പുള്ളിയെ വിളിക്കാത്തതുകൊണ്ടാണോ ഇനി വേറെ വല്ല ഗോളും കിട്ടിയോണ്ടാണോ എന്ന് അറിയില്ല, മൂപ്പിലും പോയില്ല. ഏതായാലും കോൺഗ്രസ്സുകാർ ഏറെക്കുറെ പൂർണ്ണമായിട്ട് ബഹിഷ്കരിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ വിളിച്ചു. ശിവകുമാർ വലിയൊരു പ്രമാണിയാണ്, പണക്കാരനാണ്, നിരവധി ED കേസുകളിൽ പ്രതിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പോകാതിരിക്കാൻ പറ്റില്ല. പുള്ളി പോയി പങ്കെടുത്തു, വധുവരന്മാരെ ആശീർവദിച്ചു. പക്ഷേ ഈ വടക്കേ ഇന്ത്യയിലെ പ്രമുഖ നേതാക്കന്മാരാരും തന്നെ പോയില്ല. അപ്പോൾ ഇതൊരു വലിയ ചർച്ചാ വിഷയമായിട്ട് മാറി. രാഹുൽ ഗാന്ധി ഉശിരുള്ളവനാണ്, അംബാനിയുടെ പണക്കൊഴുപ്പിന് മുമ്പിൽ പതറാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ ഇപ്പോൾ സ്തുതിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നു. ഈ കോൺഗ്രസിൻ്റെ, അതായത് രാഹുൽ ഗാന്ധി മുകേഷ് അംബാനിയുടെ മകൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാത്തതിനെ പറ്റിയാണ് ഈ പറയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ആദ്യം സോണിയാഗാന്ധിയെ ആക്ഷേപിച്ച് പറഞ്ഞു അയിമ്മ എന്നുള്ള പ്രയോഗം നടത്തിക്കൊണ്ട്. അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധിക്ക് പോകണ്ടെന്ന് ഉള്ളത് കൊണ്ട് കോൺഗ്രസിൻ്റെ മറ്റു പല നേതാക്കളായ KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളെ പറ്റി പറയുന്നുള്ളത്, അവരൊന്നും രാഹുൽ ഗാന്ധി പോകാത്തടുത്ത് അവരും പോവില്ല, രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി പോയില്ല, അതുകൊണ്ട് ഇവരാരും അതിന് ഭയപ്പെട്ട് കൊണ്ടുപോവില്ല. രാഹുൽ ഗാന്ധിയെ പറ്റി ഒരു മോശം ഇമേജ് ഉണ്ടാക്കാൻ ുള്ള ശ്രമമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധി അംബാനിയുടെ മകൻ്റെ കല്യാണത്തിന് പോകാത്തത് കൊണ്ട് അദ്ദേഹം മറ്റു പലരെയും തടയിടുന്നു എന്നുള്ള രീതിയിൽ ജയശങ്കർ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ഇതിനുള്ള തെളിവ് ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്നൊന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല, അയാളുടെ കണ്ടെത്തലുകളാണത്. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാരൊക്കെ പോയെങ്കിലും രാഹുൽ ഗാന്ധി പോകാത്തത് കൊണ്ട് ഈ KC വേണുഗോപാലോ അല്ലെങ്കിൽ ശശി തരൂറോ ഒന്നും പോയില്ല. പക്ഷേ ED കേസുള്ളത് കൊണ്ട് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഈ കല്യാണത്തിന് പോയി എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഷിയാസ്ക, ഇതൊക്കെ ഒന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്കണം. നിങ്ങളുടെ നേതാക്കന്മാരെ പറ്റി, നിങ്ങളെപ്പറ്റി, നിങ്ങളുടെ പാർട്ടിയെപ്പറ്റി ഇയാൾ പറഞ്ഞു വെക്കുന്ന ആശയങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. രാഹുൽ ഗാന്ധിയൊക്കെ പലപ്പോഴും ഇയാൾ മുമ്പൊക്കെ ആക്ഷേപിച്ചിട്ടുള്ളത് സംഘപരിവാർ പറയുന്ന അതേ പപ്പു എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഏതായാലും രാഹുൽ ഗാന്ധി ഈ അംബാനിയുടെ മകൻ്റെ കല്യാണത്തിന് പോയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് അംബാനിയെയും അദാനിയെയും ശക്തമായി വിമർശിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. കോർപ്പറേറ്റുകൾക്ക് മുഴുവൻ ലോണുകളും എഴുതി തള്ളുക, അവർക്ക് അന്യായമായ സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കുക, അവർക്ക് വഴിവിട്ട ബന്ധങ്ങൾ അവരോട് ചെയ്തുകൊണ്ട് അവർ രാജ്യത്ത് ധനികരായി മാറുകയും കൂടുതൽ പാവപ്പെട്ടവരുമായി മാറുന്ന സാഹചര്യം രാജ്യത്തുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കെ തന്നെ രാഹുൽ ഗാന്ധി ഇത്തരം വിഷയങ്ങളിൽ ശക്തമായി നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ജയശങ്കറിൻ്റെ ലൈന് പോകുന്നുള്ളത് വളരെ കൃത്യമാണ്. ഇത് ഒരു അപ്പോൾ ആ ഒരു കല്യാണത്തിന് രാഹുൽ ഗാന്ധി പങ്കെടുക്കാതിരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി ഒരു പാവപ്പെട്ട വിഭാഗത്തിൻ്റെ ഒരു പിന്തുണ കിട്ടുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. സാധാരണ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളാണോ രാഹുൽ ഗാന്ധി എന്നുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇന്ത്യ മുന്നണിക്കുണ്ടായ മുന്നേറ്റമൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായ സാഹചര്യം കൂടി കണ്ടുകൊണ്ടാണ് ജയശങ്കരൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായിട്ട് വരുന്നത്. ആദ്യം സോണിയാഗാന്ധി അയിമ്മ എന്ന് പറയുക, രാഹുൽ ഗാന്ധി പേടിച്ച് കണ്ണുരുട്ടിയത് കൊണ്ടാണ് ബാക്കിയുള്ള KC വേണുഗോപാലും ബാക്കിയുള്ള കോൺഗ്രസിൻ്റെ വടക്കേന്ത്യൻ നേതാക്കന്മാരൊക്കെ ഈ കല്യാണത്തിന് പോവാതിരുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള തെറ്റായ വ്യാഖ്യാനങ്ങൾ അതിന് കൽപ്പിക്കുന്നയാളാണ് ഇയാൾ എന്നാണ് ഷിയാസ്ക ഒന്നും കൂടി മനസ്സിലാക്കേണ്ടത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയാനുണ്ട്. വീഡിയോ കുറച്ച് ദൈർഘ്യം കൂടുമെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഷിയാസ്ക പിന്തുണയുമായിട്ട് വന്നതാണല്ലോ, അതുകൊണ്ട് മാത്രം പറയാവുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അത് UDFനുള്ള അല്ലെങ്കിൽ കോൺഗ്രസിനുള്ള പോസിറ്റീവായിട്ടുള്ള വോട്ടല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് വോട്ടെണ്ണുന്നവരെ കാത്തു നിന്നില്ല. അതിനു മുമ്പ് തന്നെ നേതാക്കന്മാർ തമ്മിൽ പിടിവലി തുടങ്ങി. നമ്മുടെ K മുരളീധരൻ തുടങ്ങി വെച്ചു, പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഏറ്റുപിടിച്ചു. മറ്റ് പല നേതാക്കന്മാരുമായിട്ട് ഈ കലാപരിപാടി തുടർന്ന് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനു പുറമെയാണ് പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. ഒരാളിപ്പോൾ പകലാണെന്ന് പറഞ്ഞാൽ മറ്റൊരാളിപ്പോൾ രാത്രിയാണെന്ന് പറയും. ഒരാൾ പകൽ യോഗം വിളിച്ചുകൂട്ടി കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ മറ്റൊരാൾ രാത്രി യോഗം വിളിച്ചുകൂട്ടി കാര്യങ്ങൾ വ്യക്തമാക്കും. അപ്പോൾ ഈ ഗുസ്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്കാണ് പ്രളയം ഉണ്ടായത്. പ്രളയ ഫണ്ടിലേക്ക് മുഖ്യൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കണോ വേണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ തർക്കം. അവർ പൈസ കൊടുക്കാതിരിക്കുക എന്തെങ്കിലും ചെയ്തിട്ട് അത് പൊതുമധ്യത്തിൽ വിഴുപ്പലക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതൊക്കെ ഈ പ്രായമായ നേതാക്കളെ ആരെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക.
ഈ പാർട്ടിക്ക് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ നമുക്കറിയില്ല. ഹൈക്കമാൻഡും ഇല്ല, ലോ കമാൻഡും ഇല്ല, ഇപ്പോൾ നോ കമാൻഡും ഇല്ല എന്ന അവസ്ഥയിലായി നിൽക്കുകയാണ്. ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങൾ എങ്ങനെ ഇവരെ വിശ്വസിച്ച് വോട്ട് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 2021 തെരഞ്ഞെടുപ്പിൽ ഈ കോവിഡ് കത്തിക്കാളി നിൽക്കുന്ന സമയത്ത് UDF ആണ് ജയിച്ചത്. ഇങ്ങനെ എന്ത് സംഭവിക്കും? ഇവിടെ ജാതി മതാടിസ്ഥാനത്തിൽ മന്ത്രിസ്ഥാനങ്ങൾ വീതം വയ്ക്കുമായിരുന്നു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പലരും വിലപേശുമായിരുന്നു. ഈ സമുദായ സംഘടനാ നേതാക്കന്മാരെയും മതമേലധ്യക്ഷന്മാരെയൊക്കെ താണുമണങ്ങി അവരുടെ മുമ്പിൽ രണ്ടാം മുണ്ട അഴിച്ച് ആരെയും കെട്ടി നിൽക്കേണ്ട അവസ്ഥ വന്നേ. മുഖ്യമന്ത്രിയെ KPC പ്രസിഡൻ്റെയൊക്കെ പാണക്കാട്ടുനിന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് പോയത്. ഷിയാസ്കാക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇത് കേട്ട് കാണുമല്ലോ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗുകാരും കേൾക്കേണ്ടതുണ്ട്. അതായത് കോൺഗ്രസ്സിൽ തമ്മിലുള്ള പ്രശ്നങ്ങളെ പറ്റിയുള്ള സംസാരത്തിനിടയ്ക്ക് അയാൾ അതിൻ്റെ ഇടയിൽ കുത്തിക്കയറ്റിയ ചില കാര്യങ്ങളുണ്ട്. ഇതാണ് മതമേലധ്യക്ഷന്മാരുടെ മുമ്പിൽ രണ്ടാം മുണ്ടടക്കം അഴിച്ച് നിൽക്കേണ്ടി വരും, ഗ്രൂപ്പും ജാതിയും മതവും നോക്കി വീതം വെപ്പ് നടക്കും. പിന്നീട് അവസാനം പറയുന്ന കാര്യത്തിലാണ് യഥാർത്ഥ പോയിന്റ് ഉണ്ടാവുന്നത്. കാരണം അവിടെ അദ്ദേഹം പറയുന്നുള്ളത് KPCC പ്രസിഡന്റിനെയും മുഖ്യമന്ത്രിയെയും പാണക്കാട്ട് നിന്ന് തീരുമാനിക്കുമെന്നാണ്. ഇതെന്താണ് ഇയാൾ അർത്ഥമാക്കുന്നത്? ഈ ഒരു കുത്തിക്കയറ്റലാണ്. ഇയാളുടെ എല്ലാ വീഡിയോ എടുത്താലും നമ്മൾ പരിശോധിച്ചാലും ഈ ഒരു കുത്തിക്കയറ്റൽ എല്ലാത്തിലും ഉണ്ടാവും. പറഞ്ഞു വെച്ചതിൻ്റെ അവസാനം കൊണ്ടുപോയി കൊള്ളിക്കുന്നുള്ളത് അത് മുസ്ലിം സമുദായത്തിന് നേർക്കോ അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയ പാർട്ടി ഒരു ഭാഗത്ത് മുസ്ലിം ലീഗിനെ സുഖിപ്പിക്കും. മുസ്ലിം ലീഗ് സെക്യുലർ പാർട്ടിയാണ്, ഭയങ്കര ശക്തിയാണ്, ഭയങ്കര ഇതാണ് സംഭവമാണ് എന്നൊക്കെ പറയും. മറുഭാഗത്ത് അതിനിടയിലുള്ള ഒരു കുത്തിക്കയറ്റലുണ്ടാവും. ഇതടക്കം കാന്തപുരം മഹാനായ സെക്യുലർ നേതാവാണെന്ന് ഇദ്ദേഹം സെക്യുലർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൻ്റെ ആശാനാണ്. മുസ്ലിം സംഘടനകൾക്കിടയിൽ ആർക്കൊക്കെ കൊടുക്കണമെന്ന് ഇദ്ദേഹത്തിന് നല്ല ഇതുണ്ട്, ബോധമുണ്ട്. അപ്പോൾ ഈ കേരളത്തിലെങ്ങാനും 2021 ഇലക്ഷനിൽ UDF വിജയിച്ചിരുന്നെങ്കിൽ, കോൺഗ്രസ് വിജയിച്ചിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അടക്കം മുസ്ലിം ലീഗ് പാണക്കാട് നിന്നായിരിക്കും തീരുമാനിക്കുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് പോട്ടെ, അത് വേറൊരു കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ UDF സംവിധാനത്തിലൂടെ UDFന് അധികാരം കിട്ടിയാൽ ആരാണ് മുഖ്യമന്ത്രി ആവേണ്ടതെന്നും ഏറ്റവും കൂടുതൽ പാർട്ടി അംഗങ്ങളുള്ള കോൺഗ്രസ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായും മുഖ്യമന്ത്രി ആവുക. അവരിൽ നിന്ന് ആരാക്കണമെന്നുള്ള പറയാനുള്ള അവകാശം തീർച്ചയായും മുസ്ലിം ലീഗിനുണ്ട്. കാരണം മുസ്ലിം ലീഗിന് അത്രത്തോളം ഈ ഒരു സംഭാവന UDF സംവിധാനത്തിലുണ്ട്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുള്ളത് മുഖ്യമന്ത്രി ആവുന്നതും KPCC പ്രസിഡന്റ് ആവുന്നതും പാണക്കാട് നിന്ന് തീരുമാനിക്കുമെന്നാണ്. ഈ ജയശങ്കറിനെയൊക്കെ പല വേദികളിലും കൊണ്ടിരുത്തുന്ന ഇദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രചാരകരായിട്ടുള്ള ഷിയാസ് അടക്കമുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ അടക്കമുള്ള ആളുകൾ ഇയാൾ എന്താണെന്ന് സ്വയം മനസ്സിലാക്കുന്നത് ഒന്ന് നന്നായിരിക്കുമെന്നാണ് ഈ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു സംഭവം എന്നുള്ളത്. അപ്പോൾ വളരെ കൃത്യമാണ് സന്ദേശം എന്താണെന്നുള്ളത് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുള്ളത്, ഇദ്ദേഹം എവിടെയാണ് ഇതിനെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളത്. ഓരോ സന്ദർഭത്തിലും ഇത് വളരെ വ്യവസ്ഥാപിതമായി ഇദ്ദേഹം ഇത് എന്താക്കുകയാണ്, ഇടയിൽ കടത്തിക്കൂട്ടുകയാണ്. ഇനിയും ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പരിഹാസ്യങ്ങളും ലാസ്റ്റ് ഇയാളുടെ ഒരു ആരാധ്യന പുരുഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതും കൂടി കണ്ടതിന് ശേഷം മാത്രമേ നമ്മളെല്ലാവരും ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പാടുള്ളൂ. ഇനിയും ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് കണ്ടു നോക്കാം. എല്ലാവരും അതിനെക്കുറിച്ച് അച്ചടിയിലും അതുപോലെ ദൃശ്യത്തിലും വാർത്തകൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എനിക്കിവിടെ പറയാനുള്ളത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ചാണ്. മമ്മൂട്ടിയും ഗുണ്ടാസംഘവും തമ്മിൽ എന്താ ബന്ധം നിങ്ങൾ ആലോചിക്കും. മമ്മൂട്ടി ചന്തക്കാട് വിശ്വൻ എന്നൊക്കെ പറഞ്ഞ് ചില ഗുണ്ടയായിട്ട് പണ്ട് അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അടുത്ത കാലത്ത് പുള്ളി ചില സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ടായി. എന്ത് ചെയ്യാൻ പഠിക്കാത്ത ഗുണ്ട തലവന്മാരായിട്ട് മോഹൻലാലും അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്, സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുണ്ട്, മറ്റു പലരും അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കേണ്ടതായിട്ട് വരും, അവരുടെ ജോലിയുടെ ഭാഗമാണ്. അല്ലാതെ ഗുണ്ടാ സംഘങ്ങളുമായിട്ട് ഇദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് നമ്മൾ ഇതുവരെ ധരിച്ചിരുന്നില്ല. ഇദ്ദേഹം പോപ്പുലർ ഫണ്ടുകാരെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചു. ഇതുകൊണ്ട് ഇദ്ദേഹം സുഡാപ്പിയാണെന്ന് പറഞ്ഞ് ചിലർ പ്രചരണം നടത്തി. ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല, അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല പുള്ളി. പക്ഷേ ഈ ഗുണ്ടാ സംഘങ്ങളുമായിട്ട് ഇദ്ദേഹത്തിന് എന്താണ് ബന്ധം, അല്ലെങ്കിൽ ഇദ്ദേഹവുമായിട്ട് ഗുണ്ടാ സംഘങ്ങൾക്ക് എന്താണ് ബന്ധം എന്ന് ന്യായമായൊരു സംശയം എനിക്കുണ്ട്. അദ്ദേഹം ഗുണ്ടായിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അദ്ദേഹത്തിൻ്റെ ടർബോ എന്ന് പറഞ്ഞൊരു സിനിമ കഴിഞ്ഞ ദിവസം റിലീസായി. അത് കേരളത്തിൽ എമ്പാടും റിലീസായി, എൻ്റെ നാടായ ആലുവയിൽ റിലീസായി. അപ്പം എനിക്ക് നേരിട്ട് അറിവുള്ള കാര്യമല്ല, ഈ ന്യൂസ് 18 എന്ന് പറഞ്ഞ ചാനലിൽ കണ്ടൊരു വാർത്തയാണ്. ഏതാണ്ട് 1.5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ. അതിൽ പറയുന്നത് ശരിയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആരാധകർ എന്ന് പറയുന്ന കുറേ ഗുണ്ടകൾ അല്ലെങ്കിൽ ഗുണ്ടകളായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ആരാധകർ ഈ സിനിമയുടെ റിലീസ് പ്രമാണിച്ച് ആലുവയിലെ തിയേറ്ററിൽ ഒത്തുകൂടി
അവർ വലിയ ആഘോഷം നടത്തി എന്നുള്ളതാണ്. ഗുണ്ടകൾക്ക് ഒരു സിനിമയുടെ റിലീസ് ആഘോഷിക്കാൻ പാടില്ലെന്ന് വെച്ചാൽ ഭരണഘടനാപരമായിട്ട് വിലക്കൊന്നുമില്ല, നിയമപരമായിട്ടും ഒന്നുമില്ല. ഗുണ്ടകളെ ഗുണ്ടായുസം കാണിക്കുമ്പോൾ മാത്രമേ പോലീസിന് പിടിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഗുണ്ടകൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് അറിഞ്ഞിട്ട് അവിടെ പോയി അറസ്റ്റ് ചെയ്യാം. പക്ഷേ അവരുടെ പേരിൽ വാറണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസിൽ പിടിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിരിക്കണം. വെറുതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ വല്ല രാഹുൽ മാങ്കൂട്ടമൊക്കെ ആയിരിക്കണം. PC ജോർജിനെ അറസ്റ്റ് ചെയ്തതുപോലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഗുണ്ടകളെയൊന്നും അങ്ങനെ പോലീസ് ഒരിക്കലും അറസ്റ്റ് ചെയ്യില്ല. അത് മാങ്കൂട്ടത്തെ മാത്രമേ ചെയ്യൂ. ആ വീട് വളഞ്ഞ് കൊച്ചു വെളുപ്പംകാലത്ത് അമ്മയുടെ സഹോദരിയുടെ മുമ്പിൽ നിന്ന് അറസ്റ്റ് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്യും. അത് പൊതുപ്രവർത്തകരെ മാത്രമേ ചെയ്യൂ. കാരണം പൊതുപ്രവർത്തകരെ ധൈര്യപ്പെട്ട് അറസ്റ്റ് ചെയ്യാമല്ലോ, ആരും ചോദിക്കില്ല. ഗുണ്ടകളുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ ചെയ്താൽ വിവരം അറിയും. ഏതായാലും ഒരുപാട് ഗുണ്ടകൾ, അവരുടെയൊക്കെ പേര് വിവരമൊക്കെ ഇതിൽ പറയുന്നുണ്ട്. എനിക്ക് ഗുണ്ടകളെ പരിചയമില്ലാത്തതുകൊണ്ട് അവരാരൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയെന്ന് പറയാൻ പറ്റിയില്ല. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരും അവിടെ തടിച്ചു കൂടിയെന്ന് മാത്രമല്ല, ടർബോയുടെ വിജയത്തിന് വേണ്ടി ഇവർ വലിയ ആഘോഷം അവിടെ നടത്തി എന്നാണ് കേട്ടത്. ഇത് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ തൂലിക നാമത്തിലാണ് ഗുണ്ടകൾ ആലുവയിൽ സംഘടിച്ചതും ഈ കലാപരിപാടി സംഘടിപ്പിച്ചതും എന്നാണ് ആ ന്യൂസ് 18 ചാനൽ പറയുന്നത്. ന്യൂസ് 18 എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമുള്ള ഒരു ചാനലാണ്. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ സാക്ഷാൽ മുകേഷ് അംബാനിയുടെ ഉടമസ്ഥയിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവർ ഉത്തരവാദിത്വമില്ലാതെ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കാൻ ഒരു സാധ്യതയില്ല. ഒന്നുകിൽ വാർത്ത തെറ്റായിരിക്കും, മമ്മൂട്ടിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഗുണ്ടകളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കൊടുത്ത വാർത്തയായിരിക്കും. ഈ ഗുണ്ടായുസത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റവും അധികം വരുന്നതും ഈ പത്രത്തിൽ തന്നെയാണ്, ഈ ചാനലിൽ തന്നെയാണ്. പിന്നെയാണ് മറ്റ് ചാനലിൽ പത്രങ്ങളൊക്കെ ഏറ്റുപിടിച്ചത്. ഒന്നുകിൽ കേരളത്തിൻ്റെ നമ്മുടെ ആഭ്യന്തര വകുപ്പിനെ അപകീർത്തിപ്പെടുത്താനും കേരള പോലീസിനെ നാറ്റിക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയുടെ ഭാഗമായിരിക്കും. അല്ലെങ്കിൽ ഈ ഗുണ്ടകൾ എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ സാംസ്കാരിക നായകന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടി ചെയ്യുന്നത്, അവരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. അതുമല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ മെഗാ സ്റ്റാറിനെ ജനമധ്യത്തിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഈ കാര്യത്തിൽ മമ്മൂട്ടിക്ക് ഉത്തരം പറയാനൊരു ബാധ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആലുവയിൽ ടർബോ സിനിമയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്കിടയിൽ, അതിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്കിടയിൽ ഗുണ്ടകൾ സംഘടിച്ചെന്നും ആ ഗുണ്ടകളൊക്കെ മമ്മൂട്ടിയുടെ ആളുകളാണെന്നും അദ്ദേഹത്തിന് അവരുമായിട്ട് ബന്ധമുണ്ടോ എന്നും മമ്മൂട്ടി മറുപടി പറയണമെന്നുമാണ് ജയശങ്കർ പറഞ്ഞു വെക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹം പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം സുഡാപ്പിയാണെന്ന് പലരും പറയുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നില്ല. അത് എന്താണ്, ഇതിനിടയിലുള്ള ഒരു കുത്തിക്കയറ്റലാണ്. ഇത് മമ്മൂട്ടിയാണല്ലോ വിഷയം. അപ്പോൾ മമ്മൂട്ടി ആയതുകൊണ്ട് എന്താണ്, അത് അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഗുണ്ടാ സംഘങ്ങളുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് പല സംഗതികളുണ്ടായി. അപ്പോൾ ആ സംഗതികൾക്ക് മമ്മൂട്ടി മറുപടി പറയണമെന്നാണ് അദ്ദേഹം പറയുന്നുള്ളത്. മമ്മൂട്ടി ഫാൻസ് എന്ന പേരിലാണ് അവർ സംഘടിച്ചിട്ടുള്ളത്. മമ്മൂട്ടിയുടെ അറിവോട് കൂടിയാണോ എന്ന് ന്യൂസ് 18 ചാനൽ, ഏറ്റവും വിശ്വാസമുള്ള ചാനലായി ഇദ്ദേഹം പറയുന്നുണ്ട്. മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള ചാനലാണ്, ഉത്തരവാദപ്പെട്ട ചാനലാണ്. അപ്പോൾ അവരങ്ങനെ വാർത്ത കൊടുക്കൂല, തെറ്റായ വാർത്തകളൊന്നും കൊടുക്കൂല. അതിൽ വരുന്ന വാർത്തകളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഏതായാലും അങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ ഈ ഗുണ്ടകൾ നടത്തിയ ആഘോഷത്തിന് മമ്മൂട്ടി മറുപടി പറയണം എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ അയാൾ തിരുക്കി കയറ്റിയത് പോപ്പുലർ ഫ്രണ്ടുകാരെ പിന്തുണക്കുന്ന രീതിയിലുള്ള എന്താണ് സുഡാപ്പി എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ മമ്മൂട്ടിക്ക് നേരെ ഉയരുന്നുണ്ട്. അദ്ദേഹം അത്തരം സിനിമകളിൽ അഭിനയിച്ചു എന്ന് പേര്. ഇത് ഇദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്ന ഒരു തിരുക്കി കയറ്റലാണ്. അതിനിടയിൽ കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശമാണ്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ റൂട്ട് എന്താണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ആദ്യം കോൺഗ്രസ്സുകാരെ പറ്റി പറഞ്ഞതുകൊണ്ട് ഷിയാസ്ക്കൊക്കെ അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പോൾ ഇതെന്താണ്, ഇത് മമ്മൂട്ടിയെ കുറിച്ചാണ്. മലയാളത്തിലെ ഒരു പ്രമുഖനായ നടനെ പറ്റി അദ്ദേഹം ഒരു എന്താണ്, മമ്മൂട്ടിയുമായ ഒരു പുലബന്ധ പോലും ഇല്ലാത്ത എന്താണ്, അവിടുത്തെ എറണാകുളത്ത് ആലുവയിൽ ഈ ടർബോയുടെ ഏതോ വിജയവുമായി ബന്ധപ്പെട്ട് ഏതോ ഗുണ്ടകൾ ആഘോഷിച്ചതിൻ്റെ പേരിൽ അതിനൊക്കെ മമ്മൂട്ടി സമാധാനം പറയണമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മമ്മൂട്ടിയെ അറിയുന്ന എല്ലാവർക്കും അറിയാം മമ്മൂട്ടി എന്താണെന്നും മമ്മൂട്ടി ആരാണെന്നും മമ്മൂട്ടി ഏത് രീതിയിലുള്ള ആളെന്നും. അത് ഇത്ര കാലമായിട്ട് കേരളീയ പൊതുബോധത്തിന് ബോധ്യമുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ജയശങ്കറിന് ഇങ്ങനെ കുത്തിക്കയറ്റാൻ തുടങ്ങിയാൽ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം, ഇദ്ദേഹത്തിൻ്റെ രോഗവും അത് മാറാവ്യാധിയാണ്. അതങ്ങനെയൊന്നും മാറ്റാൻ പറ്റൂല. അതിന് സൂക്കേട് വരെയാണ്. അത് അൻവർ പറഞ്ഞതുപോലെ തന്നെ അതിന് നല്ല മരുന്ന് തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഇനി അവസാനം ഒരു സംഗതി കൂടിയുണ്ട്. ഇദ്ദേഹം ആരാധ്യന പുരുഷനെ പറ്റി പറയുന്നുണ്ട്. അത് കൂടി കണ്ടാൽ നമുക്ക് വ്യക്തമാവും. ഇതൊക്കെ പറഞ്ഞു വെക്കുന്നത് ജയശങ്കരൻ എന്നുള്ള അഡ്വക്കേറ്റ് ജയശങ്കർ ആരാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവസാനം അയാൾ ചെന്നെത്തിക്കുന്നത് എവിടത്തേക്കാണ് എന്നും കൂടി നമ്മളൊന്ന് കണ്ടു നോക്കാം. പിണറായി വിജയൻ എന്ന് വെച്ചാൽ ഒരു ചെറിയ സംസ്ഥാനത്തെ ഒരു കൊച്ചു മുഖ്യമന്ത്രിയാണ്. അത്രേ സാധനം. മറ്റതങ്ങനെയല്ലോ, അൺലിമിറ്റഡ് പവറാണ്.
അതിന് മാത്രമുള്ള പണവും മറ്റു സംവിധാനങ്ങളും സൗകര്യങ്ങളും. ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ഇന്ത്യ അല്ല, ഗ്ലോബൽ പവറാണ്. അത് മുഴുവൻ ഒരാളുടെ കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു, ഒറ്റക്കൊരു വ്യക്തി. അവിടെ അത് വലിയൊരു സംഭവമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അധികാരമല്ല നരേന്ദ്രമോദിയുടെ കയ്യിലുള്ളത്, മനസ്സിലായില്ലേ? ഒന്നുമല്ല, അതേപോലെ വല്ല കമ്പാരിസൺ ഉണ്ടോ? പിണറായി വിജയൻ, അതായത് പിണറായി വിജയൻ ഒന്നുമല്ല നരേന്ദ്രമോദി ലോകാരോഗ്യനായ പുരുഷനാണ് എന്ന് പറയുന്ന ആളുകൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാവും. കേരളത്തിൻ്റെ, ഇന്ത്യയിലെ ഒരു യൂണിയൻ ടെറിട്ടറിയിലെ ഒരു സംസ്ഥാനത്ത് കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഒന്നുമല്ല, ആഗോള പവറാണ് നരേന്ദ്രമോദി എന്നുള്ളത്. ഇന്ത്യ പണ്ടത്തെ ഇന്ത്യ അല്ല. പണ്ട് ഇന്ത്യക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നു? അഡ്വക്കേറ്റ് ജയശങ്കർ എന്താണ് പറഞ്ഞു വെക്കുന്നത്? 2014 ശേഷം ഇന്ത്യക്ക് പ്രത്യേക ശക്തി കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അത്തരം വിചാരധാരകൾ, അത്തരം ആശയങ്ങൾ വരുന്ന സ്ഥലങ്ങളും അതുണ്ടാക്കുന്ന ആളുകളും അത്തരം ചിന്താഗതി കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജയശങ്കർ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഒന്നുമല്ല എന്നും നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകാരാധ്യനാണെന്നും അദ്ദേഹം വലിയ സംഭവമാണെന്നും പിണറായി വിജയനെ പുച്ഛിക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായ കേരളത്തിലെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നുമല്ല. പിണറായിയോടുള്ള വിരോധമാണ് അദ്ദേഹം ഇവിടെ തീർക്കുന്നത്. പക്ഷേ അത് അദ്ദേഹം തീർത്തോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കാം. പക്ഷേ അദ്ദേഹം ആരാധനാ പുരുഷനായി കാണുന്നത് ആരെയാണെന്നും, ഇന്ത്യ പഴയ ശക്തിയല്ല, ഇപ്പോൾ ഭയങ്കര ശക്തിയായി മാറിയിരിക്കുകയാണ്, 2014 ശേഷം ഇന്ത്യ വൻ ശക്തിയായി മാറിയിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. 2014 ശേഷം ഇന്ത്യയിലുണ്ടായ ആഗോള ഇൻഡെക്സിലുള്ള GDP-യുടെ കാര്യമായാലും, അല്ലെങ്കിൽ തൊഴിലില്ലായ്മയുടെ കാര്യമായാലും, അല്ലെങ്കിൽ UN പല ഏജൻസികൾ പുറത്തുവിട്ടിട്ടുള്ള വിവരങ്ങൾ, മീഡിയയുടെ സ്വതന്ത്ര മീഡിയയുടെ കാര്യങ്ങളിൽ, മീഡിയക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ദരിദ്രമായ ചുറ്റുപാടുകൾ, ദാരിദ്ര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഇതൊക്കെ ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ എന്നാലും ഇന്ത്യ ലോകത്തിലൊരു പ്രബലമായ രാജ്യം തന്നെയാണ്, അതിൽ ഇന്ന് ആർക്കും സംശയമൊന്നുമില്ല. ഇത് 2014 ശേഷം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുണ്ടായ കാര്യമൊന്നുമല്ല അഡ്വക്കേറ്റ് ജയശങ്കർ. ഇത് ആഗോള നിങ്ങൾക്ക് ലോകാരാധ്യനായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അത് തോന്നുന്ന ആളുകൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണെന്നും, നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോടും ബാക്കിയുള്ള കോൺഗ്രസിൻ്റെ ആളുകളോടും വെറുപ്പ് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നും, അവരൊന്നിനും കൊള്ളാത്തവരായി ഇങ്ങനെ കളിയാക്കിക്കൊണ്ടേയിരിക്കുന്നത് എന്താണെന്നും ഷിയാസിക്ക്, എറണാകുളം ജില്ലാ നേതാവായ ഷിയാസിക്ക് ബോധ്യമില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. നിങ്ങൾ പറഞ്ഞു വെക്കുന്ന ആശയം എന്താണ്, നിങ്ങൾ ചെന്നെത്തിക്കുന്നത് എവിടത്തേക്കാണ്, നിങ്ങൾ എന്താണ് പറഞ്ഞു വെക്കുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളത് പിണറായി വിജയനാണ്. അത് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിച്ച് തെരഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനത്തിന് കേരളത്തിൽ ഒറ്റ മെമ്പർ പോലുമില്ല. കേരള നിയമസഭയിൽ ഒറ്റ മെമ്പർ പോലും ഇല്ലാത്തതാണ് നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിന് എന്നുള്ളതാണ് വ്യക്തമാവേണ്ട കാര്യം. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതായാലും ഇവിടെ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രാഗൽഭ്യമുള്ള ആൾ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കുറവുകൾ ഒരുപാട് ഉണ്ടായിരിക്കും, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, അദ്ദേഹം ചെയ്ത കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും ആക്ഷേപിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നതെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ആരാധനാ മൂർത്തികൾ അയാൾ ഈ നരേന്ദ്രമോദിയെ 2014 ശേഷം ഇയാൾ ആരാധനാ പൂർത്തിയായി കാണുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അതിനു മുമ്പേ കണ്ടിരിക്കാം, അത് ഒന്നുമല്ല വിഷയം. ഇനിയും അയാൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ വ്യക്തമാവും ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന്, ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇദ്ദേഹം എന്താണ് കേരളത്തിൽ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇസ്ലാമോഫോബിക്കായ, അല്ലെങ്കിൽ ഈ വലതുപക്ഷ രാഷ്ട്രീയത്തെ അന്ധമായി പിന്തുണക്കുന്ന, അതിനെ എല്ലാ രീതിയിലും അതിന് വളവും ഇട്ട് കൊടുക്കുന്ന, മുസ്ലിംകളെ വെറുപ്പോടെ കൂടി കാണുന്ന
അത്തരം മുസ്ലിം പേരുകാർ KT ജലീലായാലും PV അൻവർ ആയാലും ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആയാലും അതിന് മമ്മൂട്ടി ആയാലും ആരായാലും അത്തരം ആളുകളെയൊക്കെ അപഹാസ്യതയോടെ അവർക്കെതിരെ എന്തെങ്കിലും ഒരു സാധനങ്ങൾ കുത്തിക്കയറ്റാൻ കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കൊണ്ട് അതിൽ നിന്നും അതിനെ പിന്തുണക്കുന്നവരുടെ പിന്തുണയോടുകൂടി ഈ ഒരു സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എന്നുള്ളത്. അദ്ദേഹം കാലങ്ങളായി തുടരുന്ന കാര്യമാണത്. അൻവർ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അകത്തിരിക്കുന്ന കളസം അത് ഊരി കാണിക്കേണ്ടതുണ്ട്. അത് ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. ഇനിയെങ്കിലും കോൺഗ്രസിൻ്റെ ആളുകൾ ഇത്തരം വിഷയത്തിൽ ഇടപെടുമ്പോൾ സോണിയാഗാന്ധിയെ അടക്കം ഏത് രീതിയിൽ പരാമർശിച്ച ആളാണ് എന്ന്, രാഹുൽ ഗാന്ധി ഏത് രീതിയിലാണ് ഇയാൾ പലപ്പോഴും കളിയാക്കിയിട്ടുള്ളത് എന്ന്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കളെയൊക്കെ ഏത് രീതിയിലാണ്, മുസ്ലിം ലീഗിനെയൊക്കെ ചില സമയങ്ങളിൽ പൊക്കി പറയുമ്പോഴും ചില സമയങ്ങളിൽ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം ആളുകൾക്ക് മറുനാടൻ്റെ സാജൻ സെക്രട്ടറി ആയാലും അല്ലെങ്കിൽ ഇത്തരം അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയുള്ള അല്പന്മാരായാലും ആരായാലും അവരെയൊക്കെ പിന്തുണക്കുന്നവരുടെ ഗതികേട് എന്നുള്ളത് അത് ഇടതുപക്ഷത്തിനെതിരെയോ CPM-നെതിരെയോ അല്ലെങ്കിൽ ഇവർക്കെതിരെയോ എന്തെങ്കിലും ആയുധമായിട്ട് കിട്ടിയത് കൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്ക് ഇത് പോയാൽ ഇത് വളരെ മോശമായിട്ട് മാറും. അത് നാറിയവനെ പേറിയവൻ നാറുന്ന അവസ്ഥയായിട്ട് മാറും. അത്തരം കാര്യങ്ങൾ ഇത്തരം നേതാക്കൾക്ക് ബോധ്യമാവട്ടെ എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.